നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമല്ല ബഹ്റൈൻ എന്നും അസ്വസ്ഥമായ അന്തരീക്ഷങ്ങളിലേക്ക് രാജ്യത്തെ വലിച്ചിഴയ്ക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ രാജ്യവും ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സാമൂഹിക സമാധാനം ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നും ഷെയ്ഖ് റാഷിദ് മുന്നറിയിപ്പ് നൽകി. കിംവദന്തികളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നത് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുമെന്നും അത്തരം പെരുമാറ്റങ്ങൾ കനത്ത നിയമ നടപടികൾക്കിടയാക്കുമെന്നും ബുധനാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. രാജ്യം കെട്ടിപ്പടുത്ത സമാധാനവും സ്ഥിരതയും ഐക്യവും സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശൂറാ കൌൺസിൽ മന്ത്രിമാർ തുടങ്ങി ഉന്നത സർക്കാർ മേധാവികൾ ഉൾപ്പെട്ട ഉന്നതതല യോഗം ചേർന്നത്. ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള ബഹ്റിന്റെ തയ്യാറെടുപ്പുകളും സന്നദ്ധതയും സ്ഥിതിഗതികൾ യഥാസമയം പൊതുജനങ്ങളെ അറിയിക്കുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തിലും ഭരണാധികാരി ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നേതൃത്വത്തിലും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ മാർഗനിർദ്ദേശത്തിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സമർപ്പണത്തിലുമാണ് ബഹ്റിന്റെ കരുത്തെന്നും ഷെയ്ഖ് റാഷിദ് ചൂണ്ടിക്കാട്ടി. ഏത് സാഹചര്യങ്ങളിലും രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിലും ദേശീയ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിലും ബഹ്റിന്റെ പ്രതിജ്ഞാബദ്ധതയും യോഗം ഉയർത്തിക്കാട്ടി. ബഹ്റൈനിൽ അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ലേബർ റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ നടത്തിയ 218 പേരെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു. ജൂൺ 1 മുതൽ 14 വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 1189 പരിശോധനകളാണ് LMRA നടത്തിയത്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ 17 സംയുക്ത ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചിരുന്നു. 18 പേരെ നിയമ നടപടികൾക്കായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമലംഘനങ്ങൾ തടയുന്നതിനായി പരിശോധനകൾ കർശനമായി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ www.lmra.gov.bh എന്ന വെബ്സൈറ്റ് വഴിയോ 17506055 എന്ന നമ്പറിൽ വിളിച്ചോ റിപ്പോർട്ട് ചെയ്യണമെന്നും LMRA അറിയിച്ചിട്ടുണ്ട്. കടലിലും മറ്റ് ജലാശയങ്ങളിലും ചെറിയ കുട്ടികളുമായി എത്തുമ്പോൾ മാതാപിതാക്കൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ബഹ്റൈനിലെ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ 2 വയസ്സുകാരൻ അബ്ദുൾ റഹ്മാൻ കടലിൽ മുങ്ങി മരിച്ചിരുന്നു. അൽ ബുദയ്യ തീരത്താണ് സംഭവം നടന്നത്. കുടുംബം വിനോദയാത്രയുടെ ഭാഗമായി അൽ ബുദയ്യ തീരത്ത് എത്തിയതാണ്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം കടലിന് സമീപത്തായി കുടുംബത്തോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. കുട്ടി കടലിന് സമീപത്തേക്ക് പോയത് മറ്റുള്ളവർ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ ISB at 75 ചെസ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. ബഹ്റൈൻ ചെസ് ഫെഡറേഷന്റെ രക്ഷാധികാരത്തിലും അർജുൻ ചെസ് അക്കാദമിയുമായി സഹകരിച്ചും സംഘടിപ്പിക്കുന്ന ഈ 2 ദിവസത്തെ മത്സര പരിപാടി ഇസ ടൗൺ ക്യാമ്പസിലെ ജഷൻമാൽ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. ഏകദേശം 250 മത്സരാർത്ഥികളും 60 സ്കൂൾ ടീമുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടൂർണമെന്റ് രാജ്യത്തെ ഏറ്റവും വലിയ ചെസ് ടൂർണമെന്റുകളിൽ ഒന്നായിരിക്കും. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ രാത്രി 8:30 വരെ നടക്കുന്ന സൗജന്യ ചെസ് ശില്പശാലയോടെയാണ് പരിപാടി ആരംഭിക്കുക. അർജുൻ ചെസ് അക്കാദമിയിലെ
വിദഗ്ധ പരിശീലകർ ശില്പശാല നയിക്കും. ജൂൺ 20 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഇന്ത്യൻ സ്കൂൾ ടീം ചെസ് ചാമ്പ്യൻഷിപ്പോടെയാണ് പരിപാടിയുടെ മത്സര വിഭാഗം ആരംഭിക്കുക. 12 വയസ്സിനും 19 വയസ്സിനും താഴെയുള്ള 2 വിഭാഗങ്ങളിലായി സ്കൂൾ വിദ്യാർത്ഥികൾ മത്സരിക്കും. സ്വിസ് ലീഗ് ഫോർമാറ്റിൽ ഫിഡെ റാപ്പിഡ് നിയമങ്ങൾക്കനുസൃതമായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. സമാപന ചടങ്ങ് വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് നടക്കുമെന്നും ഇന്ത്യൻ സ്കൂൾ അധികൃതർ അറിയിച്ചു. ബഹ്റൈനിലെ പ്രവാസി കലാപ്രവർത്തകർ അണിയിച്ചൊരുക്കുന്ന ദി റെഡ് ബലൂൺ ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നാളെ ജൂൺ 20 വെള്ളിയാഴ്ച ദാനാമാൾ എപിക് സിനിമയിൽ നടത്തും. കുട്ടിസാറ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അണിയിച്ചൊരുക്കുന്ന ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് വികാസ് സൂരിയും ലിജിൻ പോയിലും ചേർന്നാണ്. സസ്പെൻസ് ത്രില്ലറായ ദി റെഡ് ബലൂൺ ബഹ്റൈനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രിയ ലിജിനാണ് പ്രൊഡ്യൂസർ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷാജി പുതുക്കുടി, ഷംന വികാസ്, സാദിഖ്, കുട്ടിസാറ, ധനേഷ്, ജോസ്ന, ബിസ്റ്റിൻ, പ്രശോഭ്, സിംല, രമ്യ ബിനോജ്, ജൻസൺ, ജെസി, ദീപക് തണൽ, സൂര്യദേവ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിൽ എത്തുന്നു. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ് സമ്മർ ക്യാമ്പ് 2025 സംഘടിപ്പിക്കുന്നു. ജൂലൈ 7 മുതൽ ഓഗസ്റ്റ് 15 വരെ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടത്തുക. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ആവേശകരവും രസകരവും വിദ്യാഭ്യാസപരവുമായ നിരവധി പ്രവർത്തനങ്ങൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടാതെ നിരവധി ഫീൽഡ് ട്രിപ്പുകൾ, ഒരു സ്പോർട്സ് ഈവനിംഗ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡ് ഫിനാലെ തുടങ്ങിയവയും സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കുന്നതായിരിക്കും. ഇന്ത്യൻ ക്ലബ് അംഗങ്ങളുടെ കുട്ടികൾക്ക് സമ്മർ ക്യാമ്പിലേക്ക് 50 ദിനാറും അല്ലാത്തവരുടെ കുട്ടികൾക്ക് 60 ദിനാറുമാണ് ഫീസ് ഈടാക്കുക. ഗതാഗത സൗകര്യത്തിന് അധിക ചാർജും ഈടാക്കും. സമ്മർ ക്യാമ്പ് രജിസ്ട്രേഷൻ ഫോമുകൾ ക്ലബിന്റെ റിസപ്ഷനിൽ നിന്ന് ലഭിക്കുമെന്നും രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജൂൺ 29 ആണെന്നും കൂടുതൽ വിവരങ്ങൾക്ക് ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് പെരേരയെ 3962 3936 അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സെക്രട്ടറി എസ് നന്ദകുമാറിനെ 3643 3552 എന്ന നമ്പറിലോ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. പി ഹരീന്ദ്രനാഥൻ മാഷിനെ നൌക ബഹ്റിൻ ആദരവ് നൽകി. റിപ്പോർട്ടിലേക്ക്. എഴുത്തുകാരനും മുതിർന്ന അധ്യാപകനുമായ പി ഹരീന്ദ്രനാഥിനെ നൌക ബഹ്റിൻ ആദരിച്ചു. BMC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സജിത്ത് വെള്ളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ആസുരമായ വർത്തമാന ലോക സാഹചര്യങ്ങളിൽ ഗാന്ധിജിയെക്കുറിച്ചും ഗാന്ധിയൻ ആശയങ്ങളും സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നതിന് ഹരീന്ദ്രൻ മാഷിന്റെ എഴുത്തിനും പ്രഭാഷണങ്ങൾക്കും വലിയ സ്വാധീനമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് വിശിഷ്ട അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. പി ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ചരിത്ര വസ്തുതകളെയോ അടിസ്ഥാനമാക്കിയിട്ടല്ല ചില തെറ്റിദ്ധാരണകൾ, ചില കേട്ടുകേൾവികൾ, സെക്കൻഡറി സോഴ്സസിന്റെ വായന. പ്രൈമറി സോഴ്സ് അല്ല, സെക്കൻഡറി സോഴ്സസിന്റെ വായന. ഞാനിങ്ങനെ ഈ ഇന്ത്യയിൽ വിളിച്ചു എന്നൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ R.C. മജുംദാർ 3 വോള്യങ്ങളിലായി എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഒരു സംഭവം R.C. മജുംദാർ രേഖപ്പെടുത്തുന്നത്. അത് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ഒരു സന്ദർഭത്തിൽ രീതിയിൽ പറഞ്ഞു. അപ്പൊ ഈ ഭഗത് സിംഗിന് ഞാൻ അതിലേക്ക് സമയം കളയുന്നില്ല. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സന്ദർഭത്തിൽ ഗാന്ധി ഭീകരമായി തകർന്നു പോകുന്നു. പക്ഷെ ഗാന്ധിയുടെ തന്റെ ഒരു പ്രിൻസിപ്പിൾ ഉറച്ചു നിൽക്കുക. നൌക സെക്രട്ടറി അശ്വതി മിഥുൻ, UK ബാലൻ, അസ്ലം വടകര, ഫൈസൽ കൈക്കണ്ടി തുടങ്ങിയ സാമൂഹിക പ്രവർത്തകർ ആശംസകൾ നേർന്ന് സംസാരിച്ച ചടങ്ങിൽ നൌക ബഹ്റിൻ പ്രസിഡന്റ് നിധീഷ് മലയിൽ നന്ദി രേഖപ്പെടുത്തി. വീണ്ടും ഒരു ഇടവേള.
ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കുടുംബാംഗത്തിന് നാട്ടിൽ അത്യാവശ്യമായ ചികിത്സയ്ക്കായി BDK ബഹ്റിൻ ചാപ്റ്റർ സഹായം കൈമാറി. BDK ബഹ്റിൻ ചാപ്റ്റർ സമാഹരിച്ച 2.5 ലക്ഷം രൂപ ചെയർമാൻ KT സലീം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TJ ഗിരീഷ് എന്നിവർ BDK സംസ്ഥാന ട്രഷറർ ജിനു ജോസഫിന് കൈമാറുകയായിരുന്നു. ഉദ്യമത്തിൽ പങ്കാളികളായവർക്ക് BDK ബഹ്റിൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി. ബഹ്റിൻ പ്രതിഭ സൽമാബാദ് മേഖല സംഘടിപ്പിച്ചു വരുന്ന വർണ്ണോത്സവം 2025ന്റെ ഭാഗമായി പ്രതിഭ ഫിലിം ക്ലബിന്റെയും മേഖലാ ഫിലിം ക്ലബിന്റെയും സഹകരണത്തോടെ ഇന്ന് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം 7:30 മുതൽ ബഹ്റിൻ, UAE, കുവൈറ്റ്, ഖത്തർ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ കലാസാംസ്കാരിക സംഘടനകളിൽ നിന്നും ലഭിച്ച 10ഓളം ഷോർട്ട് ഫിലിമുകൾ ഉൾപ്പെടുത്തിയാണ് ഫെസ്റ്റിവൽ നടത്തുക. സൽമാനിയയിലുള്ള പ്രതിഭ സെന്റർ പെരിയാർ ഹാളിൽ നടക്കുന്ന പരിപാടിയിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും. ഈ പരിപാടിയിലേക്ക് ബഹ്റിനിലെ മുഴുവൻ കലാപ്രേമികളെയും ക്ഷണിക്കുന്നതായി വർണ്ണോത്സവം സംഘാടക സമിതിക്ക് വേണ്ടി ചെയർപേഴ്സൺ രാജേഷ് ആറ്റപ്പട, കൺവീനർ സതീഷ് KM, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കൺവീനർ ലിജേഷ്, മേഖലാ സെക്രട്ടറി ഗിരീഷ് മോഹനൻ, പ്രസിഡന്റ് ജയകുമാർ എന്നിവർ അഭ്യർത്ഥിച്ചു. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാറുണ്ടായെന്ന് റിപ്പോർട്ട്. ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിനാണ് കേടുപാട് പറ്റിയത്. തകരാറ് സംഭവിച്ച സാഹചര്യത്തിൽ തദ്ദേശീയ സംവിധാനങ്ങൾ വഴി ഡേറ്റ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടായേക്കും. ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പരിശോധനയ്ക്കും വേണ്ടി ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കും. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ സർക്കാർ ഉടൻ അന്തിമ തീരുമാനം എടുത്തേക്കും. തകർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് പരിശോധനയ്ക്കായി അയച്ചേക്കുമെന്നാണ് വിവരം. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും ബ്ലാക്ക് ബോക്സിനൊപ്പം പോകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. BMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലെന്നും രാജ്ഭവൻ വിശദീകരിച്ചു. രാജ്ഭവൻ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി V ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഉദ്ഘാടനവും പുഷ്പാർച്ചനയും കഴിഞ്ഞതിനു ശേഷമാണ് മന്ത്രി എത്തിയതെന്നും രാജ്ഭവൻ അറിയിച്ചു. അതിനുശേഷം പരിപാടി ബഹിഷ്കരിക്കുന്നുവെന്ന് മൈക്കിൽ പറയുകയായിരുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല, അതുകൊണ്ടാണ് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നടത്തിയതെന്നും രാജ്ഭവൻ വിശദീകരിച്ചു. ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലെന്നും പ്രസ് സെക്രട്ടറി ശ്രീകുമാർ അറിയിച്ചു. മന്ത്രി ഇറങ്ങിപ്പോയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീറും വാശിയും നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. 74.02% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിലത്തെ കണക്ക്. അന്തിമ കണക്ക് അല്പസമയത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും. നിലമ്പൂരിന്റെ പുതിയ MLA ആരെന്ന് തിങ്കളാഴ്ച അറിയാം. ജയം ഉറപ്പെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. തികഞ്ഞ ആത്മവിശ്വാസമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് പറഞ്ഞു. വിജയം സുനിശ്ചിതമെന്നും പോളിംഗ് ശതമാനം കൂടിയത് തനിക്ക് അനുകൂലമെന്നും PV അൻവർ പറഞ്ഞു. പിണറായി സത്തിനെതിരായ വിധി എഴുതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.